വയനാട്, പാലക്കാട്, ചേലക്കര 3 ഉപതെരഞ്ഞെടുപ്പുകളിൽ വയനാടിൻ്റെ കാര്യം ഇനി പ്രത്യേകം പറയേണ്ടതില്ല, അത് വിട്ടു. പിന്നെയുള്ളത് ചേലക്കരയാണ്. ചേലക്കരയിൽ വോട്ടെടുപ്പ് കഴിഞ്ഞു, റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു. പാലക്കാട് വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നു. ഇവിടെ വയനാടിൻ്റെ കാര്യം ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ളത് പാലക്കാടും ചേലക്കരയുമാണ്. നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങളിലൂടെ കടന്നുപോയ ഒരു തെരഞ്ഞെടുപ്പാണ് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്നത്. അപ്പോൾ വിവാദങ്ങൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. കാരണം ഈ മാധ്യമങ്ങളിൽ, മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ, അവർ സൃഷ്ടിക്കുന്ന അജണ്ടകൾ, അത് പോളിംഗ് ബൂത്തിലെത്തുന്ന വോട്ടർമാർക്ക് ഏതെങ്കിലും രീതിയിൽ അവരെ ബാധിക്കുന്നുണ്ടോ, അവർ ഈ വാർത്തകളും ഈ ചർച്ചകളൊക്കെ കണ്ടിട്ടാണോ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു എന്ന കാര്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. പൂർണ്ണമായ അർത്ഥത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് വോട്ടർമാർ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യുന്നതിന് കണക്കാക്കുന്നത് എന്ന് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. പക്ഷെ ഇവിടെ വലിയ വിവാദങ്ങളാണ് പാലക്കാടും ഉണ്ടായിട്ടുള്ളത്, ചേലക്കരയും ഉണ്ടായിട്ടുള്ളത്. അതിൽ ചേലക്കരയിലാണ് വമ്പൻ ട്വിസ്റ്റ് നിലനിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ചേലക്കരയിൽ നിലവിലുള്ള MLA രാജിവെച്ചു, മന്ത്രി കൂടിയായിട്ടുള്ള കെ രാധാകൃഷ്ണൻ രാജിവെച്ചാണ് പാർലമെന്റിലേക്ക് വിജയിക്കുന്നു. അദ്ദേഹം പാർലമെന്റിലേക്ക് മത്സരിച്ച് വിജയിച്ചെങ്കിലും അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയത് ശരിയായില്ല എന്നുള്ള വലിയ അഭിപ്രായം CPM-ന്റെ പ്രവർത്തകന്മാർക്കിടയിലും നേതാക്കൾക്കും ഇടയിലുണ്ട്. അപ്പം അതുകൊണ്ട് അത് വലിയ നിലയിൽ ചേലക്കരയിൽ LDF-നെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നു. അതാണ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, വോട്ടെടുപ്പ് കഴിയുമ്പോൾ ചേലക്കരയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന റിസൾട്ട്. കാരണം എന്തിന് കെ രാധാകൃഷ്ണൻ രാജിവെച്ചു? ഒരുപക്ഷെ മുഖ്യമന്ത്രി പോലും ആകാൻ കേരളത്തിലെ മന്ത്രിസഭയിലെ രണ്ടാമനും തലമുതിർ നേതാവും ജനകീയനുമായിട്ടുള്ള കെ രാധാകൃഷ്ണനെ പോലെയുള്ള ഒരാളെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി മത്സരിപ്പിച്ചത് എന്തിന് എന്നുള്ള ചോദ്യമുണ്ട്. സ്വാഭാവികമാണ്, ആലത്തൂർ പിടിച്ചെടുക്കാൻ കെ രാധാകൃഷ്ണൻ അല്ലാതെ മറ്റു മാർഗമില്ല എന്നൊരു പക്ഷേ ഇടതുപക്ഷം തോന്നിയിട്ടുണ്ടാവാം. പക്ഷേ ചേലക്കരയിലെ ജനങ്ങൾ ആ കാര്യത്തിൽ അത്ര സംതൃപ്തിയിലല്ല ഉള്ളത് എന്നുള്ളത് ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയാണ്. അതോടൊപ്പം തന്നെ UR പ്രദീപ് 2016 മത്സരിച്ചപ്പോൾ 10,000 വോട്ടുകൾക്ക് മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു ഇടതുപക്ഷ കോട്ടയായി അറിയപ്പെടുമ്പോൾ പോലും UR പ്രദീപിന് വലിയ നിലയിലുള്ള ഒരു ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ല. മാത്രമല്ല, ഒരു LDF അനുകൂല തരംഗം ഉണ്ടായ 2016 10,000 വോട്ടിലേക്ക് UR പ്രദീപിന്റെ ലീഡ് നില ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ ചേലക്കര അത്ര ഈസി അല്ല ഇടതുപക്ഷത്തിന് എന്ന് പറയാൻ നമുക്ക് കഴിയും. ഇതിനേക്കാൾ ശ്രദ്ധേയമായ കാര്യം, രമ്യ ഹരിദാസ് എന്ന് പറയുന്ന ഈ സ്ഥാനാർത്ഥി നിലവിൽ ഈ ചേലക്കര കൂടി ഉൾപ്പെടുന്ന ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ MP എന്ന നിലയിൽ 5 കൊല്ലമായി പരിചിത മുഖമാണ്. മാത്രമല്ല, ഇത്തവണ ആദ്യത്തെ തവണ മത്സരിച്ചപ്പോൾ വിജയിക്കുകയും വിജയിച്ചപ്പോൾ ഏകദേശം 19,000-നടുത്ത് വോട്ടുകളുടെ ഭൂരിപക്ഷം ചേലക്കരയിൽ നിന്നും രമ്യ ഹരിദാസിന് ലഭിച്ചിട്ടുണ്ട്. രണ്ടാമത് വീണ്ടും സ്ഥാനാർത്ഥിയെ മത്സരിച്ചപ്പോൾ കെ രാധാകൃഷ്ണനെ പോലെയുള്ള കരുത്തനായ സ്ഥാനാർത്ഥി മത്സരിച്ചിട്ട് പോലും 5,000 വോട്ടുകളിലേക്ക് കെ രാധാകൃഷ്ണന്റെ ലീഡ് കുറച്ചു കൊണ്ടുവരാനും രമ്യ ഹരിദാസിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രമ്യ ഹരിദാസ് ഒരു ശക്തയായ സ്ഥാനാർത്ഥിയാണ്, പരിചിത മുഖമാണ്. പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യം അവിടെ ഇല്ല. മറ്റൊരു കാര്യം, UDF-ന് അനുകൂലമായിട്ടുള്ളത് കോൺഗ്രസും UDF-ഉം എണ്ണയിട്ട യന്ത്രം പോലെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെച്ചു ചേലക്കരയിൽ എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് വർക്ക് അത്രത്തോളം സംഭവ ബഹുലമായിരുന്നു UDF-ന്റെ എന്നുള്ളതാണ്. അപ്പോൾ അത് പൊതുവെ തെരഞ്ഞെടുപ്പുകളിൽ UDF-ന്റെ തെരഞ്ഞെടുപ്പുകളിൽ ഈ ഇലക്ഷൻ വർക്ക് വളരെ മോശമാവുന്നത് കൊണ്ട് മാത്രം സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറയുകയും ഭൂരിപക്ഷം കുറയുകയും തോൽക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. പക്ഷേ എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് എഞ്ചിനീയറിംഗ് നടത്താൻ UDF-നും കോൺഗ്രസിനും കഴിഞ്ഞിട്ടുണ്ട്. അതും UDF-ന് വലിയ അനുകൂലം. അപ്പോൾ ഇലക്ഷൻ കഴിയുമ്പോൾ ചേലക്കരയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഫീഡ്ബാക്ക് ഒരു ടൈറ്റ് മത്സരമുണ്ട് എന്നെല്ലാവരും പറയുന്നുണ്ട്. അത് CPM-ഉം സമ്മതിക്കുന്നുണ്ട്, UDF-ഉം സമ്മതിക്കുന്നുണ്ട്. ശക്തമായ പോരാട്ടമാണ് ചേലക്കരയിൽ നടന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. വിജയപരാജയങ്ങൾക്ക് വേണ്ടി നമ്മൾ വോട്ടെണ്ണുന്നവരെ കാത്തു നിൽക്കണം. എങ്കിൽ പോലും മണ്ഡലത്തിന്റെ സ്വഭാവം വെച്ച് LDF-ന് ആശ്വസിക്കാമെങ്കിലും ഒരു ശക്തമായ അട്ടിമറി ചേലക്കരയിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രവുമല്ല, പ്രധാനപ്പെട്ട കാര്യം എപ്പോഴും പറയുന്നത് കൊണ്ടാണ് അത് പറയാത്തത്, സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ടുള്ള വികാരം
അത് CPM-കാർക്കിടയിൽ പോലുമുണ്ട്, ജനങ്ങൾക്കിടയിലുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഗവൺമെന്റിനെതിരെ എപ്പോഴും ഭരിക്കുന്ന ഗവൺമെന്റിനെതിരെ ജനങ്ങൾക്ക് ഒരു എതിരഭിപ്രായം ഉണ്ടാവും. പക്ഷേ ഭരിക്കുന്ന ഗവൺമെന്റിനെതിരെ CPM-കാരായ പ്രവർത്തകർക്ക് പോലും എതിരഭിപ്രായമുണ്ട് എന്നുള്ളതും UDF-ന് അനുകൂലമായ ഘടകമാണ്. ഇനി പാലക്കാട്ടേക്ക് വരുമ്പോൾ പാലക്കാട് സന്ദീപ് വാര്യറിന്റെ വരവോടുകൂടി അവിടെ ഒരു വിവാദങ്ങളിൽ പുതിയതായി പലതും സംഭവിച്ചിരിക്കുന്നു. പക്ഷെ പാലക്കാട് UDF-ന്റെ കോട്ടയാണ്. ഷാഫി പറമ്പിലിനെ നിരവധി തവണ വിജയിപ്പിച്ചിട്ടുണ്ട്. അവിടുത്തെ മുനിസിപ്പാലിറ്റിയിൽ മാത്രമാണ് BJP-ക്ക് വലിയ സ്വാധീനമുള്ളത്. മറ്റു 3 പഞ്ചായത്തുകളിലും അവിടെ കണ്ണാടി, മാത്തൂർ, അതുപോലെ പിരായിരി പഞ്ചായത്തുകളിലൊക്കെ തന്നെയും UDF-നും LDF-നും മേധാവിത്വമുണ്ട്. UDF-ന് ശക്തമായ മേധാവിത്വമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ഒരു യുവമുഖത്തെ ഇറക്കിയതിലൂടെ UDF അവിടെ ആദ്യപടി വിജയിച്ചു. അവിടെ CPM-ന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിൽ നിന്നാണെങ്കിൽ പോലും വലിയ നിലയിൽ അവിടെ അത് വോട്ടായി മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ BJP സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തനം നടത്തുന്ന അവിടുത്തെ പരിചിത മുഖമായ ജനകീയനായ C. കൃഷ്ണകുമാറിനെ പോലെയുള്ള ഒരു വ്യക്തിത്വം സ്ഥാനാർത്ഥിയാവുമ്പോൾ BJP കനത്ത മത്സരം കാഴ്ചവെക്കും എന്ന തർക്കമല്ല. അപ്പോൾ നിരവധിയായിട്ടുള്ള വിവാദങ്ങളും BJP-യുടെ വെല്ലുവിളിയെയും ഒക്കെ മറികടക്കാൻ ഓവർ കോൺഫിഡൻസിൽ പോയാൽ ചിലപ്പോൾ കാര്യങ്ങൾ പരിതാപകരമായാലോ എന്ന് മനസ്സിലാക്കുന്ന കോൺഗ്രസിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്കും പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുമാണ് പാലക്കാട് സന്ദീപ് വാര്യരെ കൊണ്ടുവരുന്നതിലൂടെ BJP കേന്ദ്രങ്ങളിൽ ആശങ്കയുണ്ടാക്കുക, BJP കേന്ദ്രങ്ങളിൽ വോട്ട് ഭിന്നിപ്പിച്ച് മാക്സിമം വോട്ട് UDF-ലേക്ക് എത്തിക്കുക എന്ന തന്ത്രം UDF കോൺഗ്രസ് അവിടെ പയറ്റിയിരിക്കുന്നു. ആ തന്ത്രം വിജയിക്കുന്ന ഘട്ടമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഭരണവിരുദ്ധ വികാരമുണ്ട്, CPM-നിടയിൽ പ്രശ്നങ്ങളുണ്ട്, BJP-ക്കിടയിലും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ കോൺഗ്രസിനിടയിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നിരന്തരമായി നടക്കുന്നുവെങ്കിൽ പോലും ഒരു പരിധിവരെ ക്രൈസിസ് മാനേജ്മെന്റ് അതിൽ കോൺഗ്രസ് ഇപ്പോൾ വിജയിക്കുന്നുണ്ട്. എന്ത് പ്രശ്നം ഉണ്ടായാലും പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്നുണ്ട്. കെ മുരളീധരന്റെ ഒക്കെ കാര്യത്തിൽ നമുക്കറിയാം, വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അത് പരിഹരിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിനിടയിൽ പാലക്കാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ മാനേജ് ചെയ്യാൻ അവരുടെ ക്രൈസിസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന് കഴിയുന്നു എന്നുള്ളത് ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ പാലക്കാടും ചേലക്കരയിലും UDF-ന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാവുന്നു. വയനാട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. വയനാട് BJP-യും CPM-ഉം തോൽവി സമ്മതിച്ചു കഴിഞ്ഞതാണ്. എന്നാൽ പാലക്കാട് UDF നിലനിർത്തുകയും അതുപോലെ ചേലക്കരയിൽ ഒരു അട്ടിമറി സംഭവിക്കുകയും ചെയ്യുമെന്നാണ് തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.